യേശു ക്രിസ്തുവിനെ കുറിച്ച് ആ യേശു ക്രിസ്തു ഇന്നും നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന ഏറ്റവും വലിയ സദ്വാർത്ത നിങ്ങളോട് അറിയിക്കുന്നു. ഏത് മനുഷ്യനായിക്കൊള്ളട്ടെ, ഏത് ജാതിയിലും ഏത് മതത്തിലും ഏത് വർഗത്തിലും ഏതവസ്ഥയിലുമായിക്കൊള്ളട്ടെ, എന്റെ സഹോദരങ്ങളെ, നിങ്ങൾ മനുഷ്യരാണെങ്കിൽ ആ മനുഷ്യർ ഓരോരുത്തരും ദൈവത്തിന്റെ മക്കളാണെന്ന് ഓർത്തുകൊള്ളുക. ദൈവത്തിന്റെ മക്കളുടെ സ്ഥാനങ്ങളിൽ നിന്ന് അവർ അവരുടെ പാപങ്ങളെ മൂലം ദൈവത്തിന്റെ ആ മക്കളുടെ സ്ഥാനം നഷ്ടപ്പെടുത്തിയപ്പോൾ സമയത്തിന്റെ പൂർത്തീകരണത്തില് യേശു ക്രിസ്തു ദൈവ മനുഷ്യൻ ആയി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യന്റെ പാപങ്ങളും അവന്റെ ദുഃഖങ്ങളും അവന്റെ വേദനകളും അവന്റെ ശാപങ്ങളും ബന്ധനങ്ങളും എല്ലാം കുരിശിൽ ഏറ്റെടുത്തുകൊണ്ട് കുരിശിൽ മരിച്ചുകൊണ്ട് മനുഷ്യനെ വീണ്ടും ദൈവത്തിന്റെ മക്കളായി മകനായി മകളായി തിരിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടി പറയട്ടെ, ഏത് മതത്തിലുള്ളവരായാലും ശരി, മനുഷ്യനാണെങ്കിൽ ദൈവത്തിന്റെ മക്കളുടെ സ്ഥാനത്തേക്ക് ഉയർത്തിയ ഒരു യേശു ക്രിസ്തുവിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. ആ യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. താൻ ജീവിച്ചിരുന്ന കാലത്ത് ഒരു തെറ്റും ചെയ്യാതെ എല്ലാ കോടതികളും യേശു ക്രിസ്തുവിനെ നിരപരാധനായിട്ട് ഒരു കുറ്റവും പോലും ഇല്ലെന്ന് വിധിച്ചപ്പോഴും യേശു ക്രിസ്തു മനുഷ്യന്റെ പാപങ്ങള് സ്വന്തം ശരീരത്തില് കുരിശിലേറ്റെടുത്തുകൊണ്ട് മനുഷ്യനു വേണ്ടി, അത് എനിക്കും ഇത് കേൾക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടിയും ഈ ഭൂമിക്ക് മുഴുവനും വേണ്ടിയും കർത്താവ് യേശു ക്രിസ്തു കുരിശില് തന്റെ ശരീരത്തില് കുരിശുമരണത്തിലൂടെ മനുഷ്യനെ രക്ഷിച്ചു. അത് വിശുദ്ധ ബൈബിളില് ഒരു വചനം പറയുന്നുണ്ട്. യെശയ്യായുടെ പുസ്തകത്തില് ഇപ്രകാരമാണ് പറയുന്നത്. 53-ാമത്തെ അധ്യായത്തില് 4-5 വചനങ്ങൾ പ്രകാരം പറയുന്നത്, നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു, അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവൻ രക്ഷകങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. അതെ പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങളും ദുഃഖങ്ങളും വേദനകളും ശാപങ്ങളും എല്ലാം ഏറ്റെടുത്ത് കുരിശില് അതിന് പരിഹാരം ചെയ്തു. പാപപരിഹാര ബലിയായിട്ട് ആകാശത്തിനും ഭൂമിക്കും മധ്യേ, ദൈവത്തിനും മനുഷ്യനും മധ്യേ കുരിശിന്മേൽ 3 ആണികളിന്മേൽ കടന്ന് പിടഞ്ഞു മരണവേദന എടുത്തപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും രൂപമായിരുന്നു യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നത്. ആ യേശു ക്രിസ്തുവിന്റെ വിശ്വസിക്കുക, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവമേ, ഈശോയെ, യേശുവേ, എന്നെ രക്ഷിക്കണമേ എന്ന് ഹൃദയത്തിൽ ഒരു നിമിഷം പ്രാർത്ഥിച്ചാൽ ആ വ്യക്തി ഏത് മതത്തിലുള്ളവനായിക്കൊള്ളട്ടെ,